ത്രിയേക ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് ഉള്ള ദൈവവചന ധ്യാനത്തിനായി വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. ഗോസ്പൽ അക്കോർഡിംഗ് ടു സെയിൻറ്റ് മാർക്ക് ചാപ്റ്റർ 2 വേഴ്സസ് കമൻസിങ് ഫ്രം 1 through 12, which I have already read as today's gospel portion. ഇന്നത്തെ ധ്യാനത്തിനായി സഭ നിശ്ചയിച്ചിരിക്കുന്ന പ്രത്യേക തീം ജീസസ് ക്രൈസ്റ്റ് ഹു ഗീവ്സ് ഹീലിംഗ് ആൻഡ് റിഡംഷൻ ഫ്രം സിൻ എന്നുള്ളതാണ്. പാപമോചനവും സൗഖ്യവും നൽകുന്ന യേശു ക്രിസ്തു. ഇന്ന് നാം കാണുന്ന രോഗ സൗഖ്യ ശുശ്രൂഷ എന്ന് പറയുന്നത് യേശു കർത്താവ് പക്ഷവാതക്കാരനെ സുഖപ്പെടുത്തുന്നതാണ്. ഇത് നടക്കുന്നത് കപർന്നഹൂമിലാണ്. ദ മീനിങ് ഓഫ് കേപ്പർനം വില്ലേജ്, ഇറ്റ് ഈസ് നോൺ ആസ് വില്ലേജ് ഓഫ് നഹൂം എന്നർത്ഥമുണ്ട്, വില്ലേജ് ഓഫ് കംഫർട്ട് എന്നർത്ഥമുണ്ട്. എന്നാൽ ദർ ഈസ് നോ കണക്ഷൻ, ഡയറക്റ്റ്ലി കണക്ഷൻ ടു ദ പ്രൊഫറ്റ് നഹൂം. ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന നഹൂം പ്രവാചകനുമായിട്ട് ഇതിന് യാതൊരു തരത്തിലുള്ള നേരിട്ടുള്ള ബന്ധവും ആ പട്ടണത്തിനില്ല. ബട്ട് ദാറ്റ് വില്ലേജ് ഈസ് നോൺ ആസ് വില്ലേജ് ഓഫ് നഹൂം ആൻഡ് വില്ലേജ് ഓഫ് കംഫർട്ട്. കപർന്നഹൂമിനെ കുറിച്ച് സുവിശേഷ ഭാഗങ്ങളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകും. ജീസസ് മിനിസ്ട്രി ആൻഡ് ഹിസ് ഹെഡ്ക്വാർട്ടേഴ്സ് വാസ് അറ്റ് കപർന്നഹൂം എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. കർത്താവിൻ്റെ ശുശ്രൂഷയിൽ പ്രധാനമായും അദ്ദേഹം നസറേത്ത് വിട്ട്, നമ്മൾ പ്രത്യേകിച്ചും മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 13-ാം വാക്യത്തിലൊക്കെ വായിക്കുമ്പോൾ നസറേത്ത് വിട്ട് യേശു പോയി പാർത്ത ഇടമാണ് കപർന്നഹൂം എന്ന് നമുക്ക് സുവിശേഷ ഭാഗത്തിൽ കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഇറ്റ് വാസ് ദ മിനിസ്ട്രി, ഹെഡ്ക്വാർട്ടേഴ്സ് ഓഫ് ജീസസ് മിനിസ്ട്രി. മറ്റൊന്ന് പറയാം, ഇറ്റ് വാസ് എ പ്ലേസ് ഓഫ് മെനി മിറക്കിൾസ്. ഒരുപാട് അത്ഭുത സംഭവങ്ങൾ നടന്നിട്ടുള്ള ഒരിടമാണ് കപർന്നഹൂം എന്നുള്ളത്. പ്രധാനപ്പെട്ട ചില അത്ഭുത സംഭവങ്ങൾ നമുക്കറിയാം. ഹീലിംഗ് പാരലിറ്റിക്, ഹീലിംഗ് സെഞ്ചൂറിയൻ സെർവൻറ്റ് ആൻഡ് പീറ്റേഴ്സ് മദർ ഇൻ ലോ. ഇതൊക്കെ നമുക്ക് പ്രധാനമായിട്ടും അവിടെ നടന്ന അത്ഭുത പ്രവർത്തനങ്ങളാണ് എന്ന് സുവിശേഷ ഭാഗങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. So Jesus frequently taught in Capernaum synagogue. തുടർച്ചയായിട്ട് കർത്താവ് ആ സിനഗോഗുകളിൽ പ്രസംഗിക്കുകയും അനേകരെ ദൈവരാജ്യത്തിലേക്ക് ക്ഷണിക്കുകയും അനേക വ്യക്തികളെ സുഖപ്പെടുത്തുകയും ചെയ്തതായിട്ട് സുവിശേഷ ഭാഗങ്ങളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. എന്നാൽ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ തന്നെയും കർത്താവ് വളരെ നിശിതമായി കപർന്നഹൂമിനെ വിമർശിക്കുന്നതായിട്ടും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. When we read Gospel according to Saint Matthew chapter 11 verses 23 and 24, we can see that there is a warning of judgment against Capernaum. So despite witnessing many miracles, Jesus Christ rebuked their unbelief. അവരുടെ അവിശ്വാസത്തെ, ഇത്രയും അത്ഭുത പ്രവർത്തനങ്ങളൊക്കെ നടന്നിട്ടും ഇത്രമാത്രം കർത്താവ് ദൈവരാജ്യത്തെക്കുറിച്ച് പ്രഘോഷിപ്പിച്ചിട്ടും പഠിപ്പിച്ചിട്ടും കർത്താവിൻ്റെ സാന്നിധ്യം ഒരുപാട് ഉണ്ടായിരുന്നിട്ടും അവരുടെ അവിശ്വാസത്തെക്കുറിച്ച് കർത്താവ് നിശ്ചിതമായി വിമർശിക്കുകയും ന്യായവിധി നാളിൽ അവർക്ക് സഹിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകുമെന്ന് കർത്താവ് വിമർശിക്കുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇന്ന് നാം സുവിശേഷ ഭാഗമായിട്ട് വായിച്ച ഈ വേദഭാഗത്ത് കർത്താവ് ഇങ്ങനെ കപർന്നഹൂമിലുള്ളവരുടെ അവിശ്വാസത്തെക്കുറിച്ച് വിമർശിച്ചെങ്കിലും 4 പേരുടെ വിശ്വാസ ധീരത വളരെ നാളുകളായി രോഗത്താൽ ഭാരപ്പെട്ടിരുന്ന മനുഷ്യനെ സുഖപ്പെടുത്തിയ സംഭവമാണ് നമ്മളിന്ന് സുവിശേഷ ഭാഗമായിട്ട് വായിച്ച് കേട്ടത്. ഇത് നടക്കുന്നത് ഒരു ഭവനത്തിലാണ്. ഈ ഭവനം ആരുടേതാണ് എന്നുള്ളതിനെക്കുറിച്ച് പല അഭിപ്രായങ്ങളാണുള്ളത്. കുറേ ആൾക്കാർ പറയുന്നു അത് നസറേത്ത് വിട്ട്
കബർനഹൂമിൽ തൻ്റെ വാസകേന്ദ്രം ആരംഭിച്ച കർത്താവിൻ്റെ തന്നെ ഭവനമാണ് എന്ന് പറയുന്നുണ്ട് ചില പണ്ഡിതന്മാർ. ഇറ്റ് വാസ് ജീസസ് ഹോം. വേറെ ആൾക്കാർ പറയുന്നു സ്ഥിരമായിട്ട് അവൻ പത്രോസിൻ്റെ വീട്ടിൽ സന്ദർശകനാണ്. അതുകൊണ്ടാണല്ലോ പത്രോസിൻ്റെ അമ്മാവിയമ്മയെ രോഗത്താൽ ഭാരപ്പെട്ടപ്പോൾ സുഖപ്പെടുത്തിയത്. അതുകൊണ്ടത് പത്രോസിൻ്റെ ഭവനമാണ് എന്നുള്ള അഭിപ്രായവുമുണ്ട്. അതുകൊണ്ട് അത് ആരുടെ ഭവനമാണ് എന്നുള്ളത് വിഷയമേ അല്ല. ബട്ട് ദ പെക്യുലാരിറ്റി ആൻഡ് ദി ഇമ്പോർട്ടൻസ് ഓഫ് ദാറ്റ് ഹോം ഈസ് ദെയർ ഈസ് ജീസസ്. കർത്താവിൻ്റെ സാന്നിധ്യം ആ ഭവനത്തിലുണ്ട് എന്നുള്ളതാണ് ആ ഭവനത്തിൻ്റെ പ്രത്യേകത. അത് ഏത് ഭവനവും ആയിക്കൊള്ളട്ടെ, എത്ര പേര് പാർക്കുന്ന ഭവനവും ആയിക്കൊള്ളട്ടെ, എത്രമാത്രം ശ്രേഷ്ഠതയുള്ള വ്യക്തികൾ പാർക്കുന്ന ഭവനവും ആയിക്കൊള്ളട്ടെ, ആരുടെ വീടും ആയിക്കൊള്ളട്ടെ, അതിന് പ്രശ്നമല്ല. ബട്ട് ജീസസ് പ്രസൻസ് വാസ് ദെയർ. കർത്താവിൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു. കർത്താവിൻ്റെ സാന്നിധ്യമാണ് നമ്മുടെ ഭവനങ്ങളെ, പ്രിയപ്പെട്ടവരെ, ഭവനങ്ങളാക്കി മാറ്റുന്നത്. മണി ക്യാൻ കൺസ്ട്രക്റ്റ് ഓൺലി ഹൗസ് ബട്ട് നോട്ട് ഹോം. ഇഫ് there is a presence of Jesus Christ in your home, then it will be converted as a real home. കർത്താവിൻ്റെ സാന്നിധ്യമുണ്ടെങ്കിൽ അവിടെ അത്ഭുതങ്ങൾ നടക്കും. കർത്താവിൻ്റെ സാന്നിധ്യമുണ്ടെങ്കിൽ അവിടെ വീണ്ടെടുപ്പ് നടക്കും. കർത്താവിൻ്റെ സാന്നിധ്യമുണ്ടെങ്കിൽ അവിടെ സൗഖ്യകരമായി ഉള്ള ജീവിത സാഹചര്യങ്ങളിൽ ഏത് അനുഭവത്തിൻ്റെ നടുവിലും ധൈര്യത്തോടെ മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് സാധിക്കും. ഈ വലിയ നോമ്പ് തുടങ്ങുന്ന ദിവസം നമ്മൾ ധ്യാനിക്കുന്നത് കാനാവിലെ കല്യാണ വിരുന്നാണല്ലോ. കാനാവിലെ കല്യാണ വിരുന്നിനെ ഒരു അത്ഭുതത്തിൻ്റെ കേന്ദ്രമാക്കി മാറ്റിയത് കർത്താവിൻ്റെ സാന്നിധ്യമാണ്. ഇവിടെ ഈ അധ്യായത്തിൽ ഈ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ തന്നെ കാണാൻ സാധിക്കുന്നത് കർത്താവ് ശതാധിപൻ്റെ ദാസനെ സുഖപ്പെടുത്തുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കുന്നു. കർത്താവിൻ്റെ സാന്നിധ്യം ആ ഭവനത്തിൽ ഉണ്ടായപ്പോഴാണ് ആ ശതാധിപൻ്റെ ദാസന് സുഖപ്പെടുന്നത് എന്ന് ആ ശതാധിപൻ പോലും മനസ്സിലാക്കി. എൻ്റെ പുരയ്ക്കകത്ത് വരാൻ ഞാൻ അയോഗ്യനാണ്, നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി. യുവർ വേർഡ് ഈസ് സോ ഇമ്പോർട്ടൻറ്റ്, സോ പ്രഷ്യസ്, ആൻഡ് യുവർ പ്രസൻസ് ഈസ് സോ ഇമ്പോർട്ടൻറ്റ്. So we need your presence. Your presence can do certain things in the midst of our struggles, in the midst of our vulnerabilities, in the midst of our limitations. Your presence is so inevitable. അതുകൊണ്ട് നോമ്പിൻ്റെ നാളുകളിൽ ഞാനും നിങ്ങളും ധ്യാനിക്കുമ്പോൾ ഒന്ന് ശാന്തമായിട്ട് ചിന്തിക്കണം, എൻ്റെ ഹൃദയത്തിൽ എൻ്റെ ദൈവമേ യേശുവിന് സ്ഥാനമുണ്ടോ? ഞാനും എൻ്റെ കുടുംബാംഗങ്ങളും രക്ഷിക്കപ്പെട്ടതാണോ? കർത്താവിന് സാന്നിധ്യം കൊടുക്കുന്ന, കർത്താവിൻ്റെ സാന്നിധ്യം വിളിച്ചോതുന്ന വാക്കുകളും പ്രവൃത്തികളും ഞങ്ങളിൽ നിന്നുണ്ടാകാറുണ്ടോ എന്ന് ശാന്തമായി ചിന്തിക്കേണ്ടത് വളരെ ആവശ്യമാണ്. ഇന്നത്തെ സാഹചര്യങ്ങളൊക്കെ നോക്കുമ്പോൾ നമ്മുടെ ഹാർട്ട്, നമ്മുടെ ഹൃദയവും നമ്മുടെ മനസ്സും നമ്മുടെ ജീവിതവും ഒക്കെ ഒരുപാട് ക്രൗഡഡ് ആണ്. കബർനഹൂമിലെ ഭവനം ഒരുപാട് ക്രൗഡഡ് ആയിരുന്നു. അതിനെ തിയോളജിക്കൽ മറ്റൊരു അർത്ഥത്തിൽ ഞാൻ നിങ്ങളോട് പങ്കുവച്ചാൽ, ഇന്നത്തെ ജീവിത സാഹചര്യങ്ങളിൽ നമ്മുടെ ഹൃദയവും പല കാര്യങ്ങൾ കൊണ്ട് ക്രൗഡഡ് ആണ്. കാരണം നമ്മൾ മറ്റു പലതിനും നമ്മുടെ മനസ്സിലും നമ്മുടെ ജീവിതത്തിലും പ്രാധാന്യം കൊടുക്കുന്നത് കൊണ്ട് യേശുവിന് പ്രവർത്തിക്കുവാനോ യേശുവിന് വസിക്കുവാനുമുള്ള ഇടം നമ്മുടെ ഹൃദയത്തിൽ ഇല്ലാതെ പോകുന്നതാണ് ഈ കാലത്തിലെ ഏറ്റവും വലിയ ദുരന്തം എന്ന് പറയുന്നത്. നമ്മൾ മറ്റു പലതിനും നമ്മുടെ ഹൃദയത്തിലും ജീവിതത്തിലും നമ്മൾ സമയവും സൗകര്യവും സാഹചര്യങ്ങളും ഒക്കെ കൊടുക്കുന്നുണ്ട്. മറ്റു പലതിനും നമ്മൾ പലപ്പോഴും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. വി ആർ ട്രൈയിങ് ടു ബിക്കം എ വേൾഡ്ലി ക്രിസ്ത്യൻ, നോട്ട് എ വേൾഡ് ക്ലാസ് ക്രിസ്ത്യൻ. ഇറ്റ് ഈസ് ടോട്ടലി ഡിഫറെൻറ്റ്. സോ മൈ റിക്വസ്റ്റ് ഈസ്, ഇൻ ദീസ് ഡേയ്സ് യു ആർ ട്രൈയിങ് ടു ബി എ വേൾഡ് ക്ലാസ് ക്രിസ്ത്യൻ, നോട്ട് എ വേൾഡ്ലി ക്രിസ്ത്യൻസ്. അതുകൊണ്ട് ഈ ക്രൗഡഡായിട്ടുള്ള ഹൃദയത്തിലും ക്രൗഡഡായിട്ടുള്ള ജീവിതത്തിലും കർത്താവിന് സ്ഥാനമില്ലാതെ പോയാൽ അവിടെ സൗഖ്യം നടക്കുകയില്ല. അവിടെ ജീവിതത്തിൽ വീണ്ടെടുപ്പിൻ്റെ സന്തോഷം അനുഭവിക്കാനായിട്ട് സാധ്യമല്ല. ആ ക്രൗഡഡ് ഹോം, കബർനഹൂമിലേത്, അവരുടെ ആ ഒരു ക്രൗഡ് ആവശ്യത്തിരിക്കുന്ന ഒരു മനുഷ്യന് കർത്താവിൻ്റെ അടുക്കലേക്ക് വരാനുള്ള തടസ്സം പോലും സൃഷ്ടിക്കുന്നതായിട്ട് സാധിക്കുന്നു.
പിന്നെ എപ്പോഴാണ് നടക്കുന്നത്? അവരുടെ വിശ്വാസത്തിൻ്റെ, അവരുടെ ജീവിതത്തിലെ രീതികളുടെ മേൽപ്പുരകൾ പൊളിയുമ്പോഴാണ്. അതുകൊണ്ട് ജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തിലും നമ്മുടെ മനസ്സിലും നമ്മുടെ ജീവിത സാഹചര്യങ്ങളിലും ഒരു ഡീകൺസ്ട്രക്ഷൻ, ഒരു പൊളിച്ചെഴുത്ത് നമുക്കെല്ലാവർക്കും വേണം. അങ്ങനെയെങ്കിൽ മാത്രമേ നമുക്ക് ഈ കർത്താവിൻ്റെ സാന്നിധ്യവും അവൻ നൽകുന്ന സൗഖ്യവും വീണ്ടെടുപ്പും യഥാർത്ഥത്തിൽ അനുഭവിപ്പാനായിട്ട് സാധിക്കത്തുള്ളൂ. വിശ്വാസത്തിൻ്റെ വെള്ളിവെളിച്ചം, വിശ്വാസത്തിൻ്റെ യഥാർത്ഥമായിട്ടുള്ള ഇടപെടൽ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ അനുഭവിച്ചെങ്കിൽ മാത്രമേ കർത്താവിനൊരു സാന്നിധ്യവും കർത്താവ് നൽകുന്ന യഥാർത്ഥത്തിലുള്ള സൗഖ്യവും നമ്മുടെ ജീവിതത്തിൽ അനുഭവിപ്പാനായിട്ട് സാധ്യമാകുകയുള്ളൂ. അതുകൊണ്ട് ഈ നോമ്പിൻ്റെ നാളുകളിൽ ദൈവം മുൻപാകെ ഇരുന്ന് നാം ധ്യാനിക്കണം. എൻ്റെ ദൈവമേ, പുതുക്കത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും രൂപാന്തരത്തിൻ്റെയും ഈ ദിനങ്ങളിലൂടെ ഞാൻ കടന്നു പോകുമ്പോൾ എൻ്റെ മനസ്സ് പല ചിന്തകളാലും പല ഇഷ്ടങ്ങളാലും പല ജീവിത സാഹചര്യങ്ങളാലും ക്രൗഡഡാണ്, ഒരുപാട് ഞെങ്ങിഞ്ഞെരുങ്ങിയിരിക്കുന്നു. ഡു യു ഹാവ് എ സ്പേസ് ഇൻ മൈ ഹാർട്ട്? ഡു യു ഹാവ് എ റിയൽ സ്പേസ് അറ്റ് അവർ ഹോം? ഡു യു ഹാവ് ഇനഫ് സർക്കംസ്റ്റാൻസസ് ടു ആക്ട് ഇൻ അവർ ലൈഫ്? ഞാനതിന് യോഗ്യനാണോ എന്നൊന്ന് ശാന്തമായിട്ട് ചിന്തിക്കേണ്ടത് വളരെ ആവശ്യമാണ്. ഞാൻ മുന്നോട്ട് പോകട്ടെ. ഈ സൗഖ്യദായക ശുശ്രൂഷയിൽ നമ്മൾ കാണുന്നത് കർത്താവിൻ്റെ വ്യത്യസ്തമായ ഒരു അപ്രോച്ചാണ്. എ ഡിഫറൻറ്റ് അപ്രോച്ച് ഓഫ് ക്രൈസ്റ്റ് ഇൻ ദിസ് ഹീലിംഗ് മിറക്കിൾ. എന്താണ് ആ വ്യത്യസ്തമായ ഒരു അപ്രോച്ച്? മറ്റ് നമ്മൾ ഈ സുവിശേഷ ഭാഗങ്ങളിലൊക്കെ വായിക്കുമ്പോൾ കർത്താവ് രോഗിയെ സുഖപ്പെടുത്തുന്നു എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവർ സുഖപ്പെട്ടു പോകുന്നു എന്നാണ്. എന്നാൽ കർത്താവ് ഈ സൗഖ്യദായക ശുശ്രൂഷയിൽ ഈ പക്ഷവാതക്കാരനായ രോഗിയെ സുഖപ്പെടുത്തിയ ഈ സൗഖ്യദായക ശുശ്രൂഷയിൽ സ്പിരിച്വൽ ഓൾനെസ് ഈസ് മോർ ഇമ്പോർട്ടൻ്റ് ദാൻ ബോഡ്ലി വെൽബീയിങ്. ശാരീരിക സൗഖ്യത്തെക്കാൾ ആത്മീക സൗഖ്യമാണ് ഇമ്പോർട്ടൻ്റ് എന്നാണ് കർത്താവ് ഈ സൗഖ്യദായക ശുശ്രൂഷയിലൂടെ പഠിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നത്. അതായത് ശാരീരികമായിട്ടുള്ള സൗഖ്യത്തെക്കാൾ ആത്മീകമായിട്ടുള്ള സൗഖ്യമാണ് ആവശ്യം ഒരുവന് എന്ന് കർത്താവ് പറയാനായിട്ട് ശ്രമിക്കുകയാണ്. അതുകൊണ്ടാണ് പറയുന്നത്, മകനെ, നിൻ്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്നാണ് കർത്താവ് പറയാനായിട്ട് ശ്രമിക്കുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇന്ന് ജീവിതത്തിൻ്റെ ബ്ലെസ്സിങ് എന്ന് പറയുന്നത് എന്താണെന്നാണ് നമ്മൾ വിചാരിച്ചിരിക്കുന്നത്. വി ആർ തിങ്കിങ് ദാറ്റ് ഫിസിക്കൽ ബ്ലെസ്സിങ് എലോൺ, ദാറ്റ്സ് അവർ തോട്ട്. ഈ ലോകത്തൊരാൾ എങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു? ആരോഗ്യത്തോടുകൂടെ ജീവിക്കുമ്പോൾ ഒരസുഖവുമില്ല. ഓ, ഈസ് എ ലക്കി പേഴ്സൺ എന്നാണ് നമ്മൾ പറയുന്നത്. എന്നാൽ കർത്താവ് ഇവിടെ പറയാനായിട്ട് ശ്രമിക്കുകയാണ്, ശാരീരികമായിട്ടുള്ള സൗഖ്യത്തെക്കാൾ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങളുടെ ആത്മീകമായിട്ടുള്ള സൗഖ്യം. പുറമേ ചിലപ്പോൾ ആരോഗ്യമുള്ളവരാണെന്ന് നമുക്ക് തോന്നും, എന്നാൽ മാനസികമായും ആത്മീകമായും എത്രമാത്രം സൗഖ്യമുള്ളവരാണ് എന്നൊന്ന് ശാന്തമായിട്ട് ചിന്തിക്കണം. ശരീരത്തിൽ രോഗങ്ങളൊന്നുമില്ലാതെ ഈ ലോകത്തിൽ ജീവിക്കുന്നതല്ല യഥാർത്ഥത്തിലുള്ള സൗഖ്യം. കർത്താവ് പറയാൻ ശ്രമിക്കുകയാണ്, കാണപ്പെടാത്ത ആത്മീയമായിട്ടുള്ള സൗഖ്യമാണ് യഥാർത്ഥ സൗഖ്യം. സോ സ്പിരിച്വൽ ഓൾനെസ് ഈസ് മോർ ഇമ്പോർട്ടൻ്റ് ദാൻ ബോഡ്ലി വെൽബീയിങ്. അങ്ങനെയാണെങ്കിൽ ഈ നോമ്പിൻ്റെ നാളുകളിൽ നാം ഈ വിശുദ്ധ മന്ദിരത്തിലിരുന്ന് ഈ ദൈവവചനം ധ്യാനിക്കുമ്പോൾ കർത്താവിൻ്റെ മുൻപാകെ ശാന്തമായി നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ചോദിക്കണം, കർത്താവേ, ഐ ആം എ ഹെൽത്തി പേഴ്സൺ. ഞാൻ ആരോഗ്യമുള്ള ഒരു മനുഷ്യനാണോ? ആത്മീകമായി എനിക്ക് സൗഖ്യമുണ്ടോ? ശാരീരികമായി ഒരുപക്ഷെ മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഞാൻ പറയാറുണ്ട്, എനിക്ക് രോഗമൊന്നുമില്ല എന്ന് ചിലപ്പോൾ നാം പറയും. ഞങ്ങൾക്കൊന്നും ഒരു കുഴപ്പവും ഇല്ല, ഇങ്ങനെ പോകുന്നു എന്ന് വിചാരിക്കും. എന്നാൽ ആത്മീകമായിട്ട് രോഗാതുരരാണോ ഞങ്ങൾ? ഞങ്ങൾ ആത്മീയപരമായിട്ട് എത്രമാത്രം സൗഖ്യമുള്ളവരാണ്? വാട്ട് അബൌട്ട് ദ ഹെൽത്ത് ഓഫ് മൈ സ്പിരിച്വൽ പേഴ്സൺ? ഞാൻ എപ്പോഴും നിങ്ങളോടൊക്കെ പറയാറുള്ളതാണ്, നമ്മുടെ ശാരീരികമായിട്ടുള്ള സൗഖ്യത്തിന് ചെക്കപ്പൊക്കെ നമ്മൾ നടത്തുന്നതാണ്. എന്നാൽ ആത്മീകമായിട്ടുള്ള മനുഷ്യനെയും കൂടി ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് ചെക്കപ്പ് നടത്തണം, എത്രമാത്രം സൗഖ്യം അനുഭവിക്കുന്നു എന്നുള്ളത്. അന്നത്തെ കാലത്ത് ഒരു ധാരണയുണ്ടായിരുന്നു, സിക്നെസ് ആസ് എ കോൺസിക്വൻസ് ഓഫ് സിൻ. പാപത്തിൻ്റെ ഒരു പരിണിത ഫലമാണ് രോഗം എന്നുള്ളതാണ്
അന്നത്തെ കാലത്തെ ഒരു ധാരണ. കർത്താവ് തൻ്റെ പരസ്യശുശ്രൂഷയുടെ വേളയിൽ കർത്താവ് പറയുന്നുണ്ട്, മത്തായി എഴുതിയ സുവിശേഷം 9-ാം അധ്യായം 12-13, ഗോസ്പൽ അക്കോർഡിംഗ് ടു സെയിൻറ്റ് മാത്യു ചാപ്റ്റർ 9, 12 and 13. കർത്താവ് പറയുന്നുണ്ട്, ദീനക്കാർക്കല്ലാതെ സൗഖ്യമുള്ളവർക്ക് വൈദ്യനെ കൊണ്ട് ആവശ്യമില്ല. അവൻ തന്നെ ഒരു വൈദ്യനായിട്ട് സങ്കല്പിക്കുകയാണ്, വൈദ്യനായിട്ട് പറയുകയാണ്. അതിനുശേഷം കർത്താവ് തുടരുന്നു, ഞാൻ നീതിമാന്മാരെ അല്ല പാപികളെ അത്രേ രക്ഷിപ്പാൻ വന്നത്. അതുകൊണ്ട് കർത്താവ് ഇതിൽ കൂടെ പറയാൻ ശ്രമിക്കുന്നത് എന്താണ്? ഹീലിംഗ് ആൻഡ് റിഡംഷൻ. ഇറ്റ് ഈസ് മൈ റെസ്പോൺസിബിലിറ്റി ആൻഡ് ദി കോർ ഓഫ് മൈ മിനിസ്ട്രി. യു നീഡ് എ റിയൽ ഹീലിംഗ്. If you wanted to experience a holistic healing in your body, you have to be spiritually healed. ആത്മീയപരമായിട്ടുള്ള യഥാർത്ഥമുള്ള സൗഖ്യം പ്രാപിപ്പാനായിട്ട് നിങ്ങൾക്കിടയായിട്ട് തീരണം. പ്രിയപ്പെട്ടവരെ, സിൻ എന്ന് പറയുന്നത് എന്താണ്? നമുക്കറിയാം, ഒരു ഗ്രീക്ക് വാക്ക് നമ്മളെപ്പോഴും പറയും ഹമാർട്ടിയ എന്നാണ് സിന്നിന് ഉപയോഗിക്കുന്ന ഒരു വാക്ക്. ദ മീനിങ് ഓഫ് ദാറ്റ് ഗ്രീക്ക് വേർഡ് ഈസ് മിസ്സിങ് ദി മാർക്ക് എന്നുള്ളതാണ്. ലക്ഷ്യത്തിൽ ഇരിക്കേണ്ട സ്ഥലത്ത് ഇരിക്കാതെ അല്ലെങ്കിൽ തെറ്റായ രീതിയിൽ ഇരിക്കുന്നതിനെയാണ് അമാർത്തിയ എന്ന് പറയുന്ന പദം, ലക്ഷ്യം തെറ്റുക എന്നുള്ള അർത്ഥം പലപ്പോഴായിട്ട് വരുന്നത്. അതുകൊണ്ട് പാപത്തിൽ ജീവിക്കുന്ന ഒരു സമൂഹത്തിന് സുഖത്തോടിരിക്കാനായിട്ട് സാധ്യമല്ല. എന്നാൽ കർത്താവ് പാപികളെ രക്ഷിക്കാനായിട്ട് വന്നതാണ്. അവൻ വീണ്ടെടുക്കാനായിട്ട് വന്നതാണ്. അവൻ പാപത്തെ വെറുക്കുകയും ഹി ഹേറ്റ്സ് സിൻ ബട്ട് ഹി ലവ്സ് സിന്നർ. ദാറ്റ് ഈസ് എ പെക്യുലാരിറ്റി ഓഫ് ക്രൈസ്റ്റ്. പാപത്തെ അവൻ വെറുക്കുകയും പാപികളെ സ്നേഹിക്കുകയും ചെയ്യുന്ന കർത്താവാണ്. അതുകൊണ്ട് ദൈവവും മനുഷ്യനും തമ്മിലുള്ള വിടവ് നികത്താനാണ് കർത്താവ് ഈ ലോകത്തിലേക്ക് വന്നത്. ഏദൻ തോട്ടത്തിൽ അനുസരണക്കേടിനാൽ ദൈവത്തിൽ നിന്ന് അകന്നുപോയ മാനവരാശിയെ ദൈവത്തോട് അടുപ്പിക്കുവാൻ ആണ് കർത്താവ് ഈ ലോകത്തിലേക്ക് വന്നത് എന്ന് തൻ്റെ പരസ്യശുശ്രൂഷയിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. അതുകൊണ്ട് ചുരുക്കം പറഞ്ഞാൽ, കർത്താവ് ഈ സൗഖ്യദായക ശുശ്രൂഷയിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഫിസിക്കൽ ബ്ലെസ്സിങ്സ് മാത്രം കൊണ്ടല്ല ഒരാൾ സുഖമായിരിക്കുന്നത്. മറിച്ച് പാപം വരുത്തി വെച്ച രോഗാതുരമായ ജീവിത സാഹചര്യങ്ങളിൽ നിന്ന്, ഒരുപക്ഷെ അത് വിസിബിൾ ആയിരിക്കുകയില്ല, അതിൽ നിന്ന് യഥാർത്ഥത്തിലുള്ള ഒരു വീണ്ടെടുപ്പ് ഒരുവൻ അനുഭവിക്കുമ്പോഴാണ് അവൻ യഥാർത്ഥത്തിലുള്ള സൗഖ്യം ലഭിക്കുന്നത് എന്ന് കർത്താവ് പഠിപ്പിക്കാനും തൻ്റെ ചെയ്തികളിലൂടെ മറ്റുള്ളവരെ ധരിപ്പിക്കുവാനും കർത്താവ് ശ്രമിക്കുകയാണ്. നമുക്കറിയാം, കർത്താവിൻ്റെ പരസ്യശുശ്രൂഷയുടെ വേളയിൽ ശീലോഹാമിൽ കർത്താവ് ഈ വാർത്ത കേൾക്കുമ്പോൾ പറയുന്നുണ്ട്, ശീലോഹാമിലെ ഗോപുരം വീണ് 18 പേര് മരിച്ചു. മറ്റൊന്ന്, പീലാത്തോസ് കുറേ പേരെ കൊന്ന് അവരുടെ ചോര യാഗങ്ങളോടുകൂടെ കലർത്തി. ഈ 2 ട്രാജഡി കേട്ട് കഴിയുമ്പോൾ കർത്താവ് പറയുന്നത് എന്താണെന്നറിയാമോ? ഈ ഗോപുരം വീണു മരിച്ചവരെക്കാൾ, അല്ലെങ്കിൽ ഈ പീലാത്തോസ് കൊന്നവരെക്കാൾ നിങ്ങൾ വലിയ ശ്രേഷ്ഠരാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? നിങ്ങൾ വിചാരിക്കും, അയ്യോ അവർക്ക് അപകടം പറ്റി, അവർ മരിച്ചു, അല്ലെ അവരെ കൊന്നു കളഞ്ഞു, ഞങ്ങൾ വലിയ ശ്രേഷ്ഠരായതുകൊണ്ട് ഞങ്ങൾക്കൊന്നും വരുന്നില്ല എന്ന് നിങ്ങൾ ധരിക്കുന്നുണ്ടോ? കർത്താവ് എന്നിട്ട് പറയുകയാണ്, നിങ്ങൾ മാനസാന്തരപ്പെടാഞ്ഞാൽ നിങ്ങളും അങ്ങനെ തന്നെ. സോ ദ റിയൽ ട്രാജഡി ഇൻ ലൈഫ് ഈസ് ഡൈയിങ് വിത്തൗട്ട് റിപ്പൻറ്റൻസ്. മാനസാന്തരം കൂടാതെ മരിക്കുന്നതാണ് ഏറ്റവും വലിയ ദുരന്തം. മരണമെന്ന് പറയുന്നത് ഏത് പ്രായത്തിലും സംഭവിക്കാം. നമുക്കറിയാം, ഒരുത്തൻ്റെ നമ്മളിന്ന് പലപ്പോഴും ചിന്തിക്കുകയാണ്, ഫിസിക്കൽ ബ്ലെസ്സിങ്സ് ആണ് ദൈവത്തിൻ്റെ ബ്ലെസ്സിങ്സ് എന്നാണ് നമ്മുടെ ചിന്ത. കുറേ ആയുസ് കൂടുതൽ ജീവിച്ചാൽ, ആരോഗ്യത്തോടെ ജീവിച്ചാൽ ഇതൊക്കെയാണ് ബ്ലെസ്സിങ് എന്നാണ് നമ്മുടെ വിചാരം. അങ്ങനല്ല. മാനസാന്തരപ്പെടാതെ എത്ര നാൾ ജീവിച്ചെന്ന് പറഞ്ഞാലും അതാണ് വലിയ ദുരന്തം. യു ആർ നോയിങ് ദാറ്റ് ജീസസ് ക്രൈസ്റ്റ് ഈസ് റെഡീമർ ആൻഡ് ഹീലിംഗ് and he can provide a complete well-being, a holistic well-being in your body as well as in your mind. But at the same time, you are not ready to believe that. That is the greatest tragedy. അതുകൊണ്ട് മാനസാന്തരപ്പെടാതെ നശിക്കുന്നതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ദുരന്തം എന്നുള്ളത്. നോമ്പിൻ്റെ നാളുകളിൽ
പാപമോചനം നമുക്ക് തരുന്ന, തൻ്റെ ക്രൂശിലെ മരണത്താൽ നമ്മളെ വീണ്ടെടുത്ത കർത്താവിലെ നമ്മുടെ ജീവിതത്തെ പുതുക്കേണ്ടത് വളരെ ആവശ്യമാണ്. ഒന്ന് ശാന്തമായിട്ട് ചിന്തിക്കണം. ദൈവമേ, നീ പക്ഷപാതക്കാരനോട് പറഞ്ഞു നിൻ്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു. അത് ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ വലിയ പ്രയാസമാണ്. കിടക്കയെടുത്ത് നടക്കാമെന്ന് പറയുമ്പം ഈസിയാണ്, കാരണം അവൻ എടുത്തുകൊണ്ട് നടന്നു പോകുമ്പോൾ ആ മിറക്കൾ സംഭവിച്ചു എന്ന് പറയാൻ സാധിക്കും. പക്ഷേ അവൻ യഥാർത്ഥത്തിലുള്ള പാപമോചനം പ്രാപിക്കുക എന്ന് പറയുന്നത് അത് കണ്ണിന് കാണാൻ സാധിക്കത്തില്ലെങ്കിലും ദാറ്റ് ഈസ് ദ റിയൽ ഹീലിംഗ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്നാൽ കർത്താവ് ഇങ്ങനെ അവന് സൗഖ്യം നൽകാനായിട്ട് പറഞ്ഞപ്പോൾ അവിടെ ഇരുന്ന ശാസ്ത്രിമാരുടെ അപ്രോച്ച് നമുക്കൊന്ന് നോക്കാം. അവരെന്താണ് ചോദിച്ചത്? ഹു ക്യാൻ ഫൊർഗീവ് സിൻസ് ബട്ട് ഗോഡ് അലോൺ. പാപം മോചിക്കാൻ ഇവൻ ആരാണ്? ഇവനെങ്ങനെയാണ് പാപം മോചിക്കാൻ സാധിക്കുന്നത്? ദൈവത്തിന് മാത്രമേ പാപം മോചിക്കാൻ സാധിക്കുകയുള്ളൂ. കാരണം അവർ കർത്താവിനെ വിമർശിക്കുകയാണ്, കുറ്റം ചുമത്തുകയാണ്, അക്യൂസേഷൻ. And they are claiming that he committed blasphemy. And they denied Jesus Christ's divine authority. കർത്താവ് പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമാണെന്ന് തൻ്റെ ശുശ്രൂഷയിൽ മുഴുവൻ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. കുരിശിൽ കിടന്ന് മരിക്കുമ്പോൾ കർത്താവ് പറയുന്നു, എനിക്ക് ദാഹിക്കുന്നു. ദാറ്റ് റിവീൽസ് ഹിസ് ഹ്യൂമാനിറ്റി. ഈസ് എ കംപ്ലീറ്റ് ഹ്യൂമൻ. ലാസർ മരിച്ചപ്പോൾ അവരുടെ കുടുംബത്തിലുള്ളവർ കരഞ്ഞപ്പോൾ കർത്താവ് അവരുടെ കൂടെ കരഞ്ഞു. ഇറ്റ് റിവീൽസ് ഹിസ് ഹ്യൂമാനിറ്റി. ഡിവിനിറ്റി ആൻഡ് ഹ്യൂമാനിറ്റി പൂർണ്ണമായിട്ട് നമുക്ക് കർത്താവിൽ കാണാനായിട്ട് സാധിക്കുന്നു. അവനൊരു പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമാണ്. പക്ഷേ അന്നത്തെ സ്ക്രൈബ്സ് they weren't ready to accept Jesus Christ's divinity. They totally neglected, denied his divine authority. അവരെന്തോ വിചാരിച്ചിരിക്കുന്നറിയാം? അവരുടെ ന്യായപ്രമാണത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന പോലെ ലെവിറ്റിക്കസ് ചാപ്റ്റർ 5 വേഴ്സ് 13, ലേവ്യ പുസ്തകം 5-ാം അധ്യായം 13-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന പോലെ പുരോഹിതൻ്റെ അടുക്കൽ ഒരു രോഗി ചെല്ലണം. പുരോഹിതൻ എന്ത് ചെയ്യണം? അവന് വേണ്ടി പ്രായശ്ചിത്തം കഴിക്കണം, യാഗം കഴിക്കണം. അപ്പോൾ ദൈവം അവൻ്റെ പാപം ക്ഷമിക്കും. ഇങ്ങനെയാണ് അവരുടെ ആചരണം. എന്നാൽ കർത്താവ് ഇങ്ങനെയുള്ള നിയമത്തിനൊക്കെ പ്രാധാന്യം കൊടുക്കുന്നതിനേക്കാൾ മുൻപ് ജീസസ് ക്രൈസ്റ്റ് ഗേവ് ഇമ്പോർട്ടൻസ് ടു ഹിസ് കമ്പാഷൻ. പക്ഷേ അവരെന്താ ചെയ്തിരിക്കുന്നത്? ദേ ഗേവ് ഇമ്പോർട്ടൻസ് ടു ലോ റാദർ ദാൻ കമ്പാഷൻ ഓഫ് ഗോഡ്. ദൈവകരുണയേക്കാൾ ദൈവത്തിൻ്റെ സ്നേഹത്തെക്കാൾ നിയമത്തിന് പ്രാധാന്യം കൊടുത്തവരാണ് ശാസ്ത്രിമാർ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അവർ അതുകൊണ്ടാണ് ചോദിക്കുന്നത്, ഇവൻ ആരാണ് പാപം മോചിക്കാൻ? ദേ ടോട്ടലി ഡിനൈഡ് ജീസസ് ക്രൈസ്റ്റ് ഡിവൈൻ അതോറിറ്റി. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, കർത്താവ് ഒരു പൂർണ്ണ മനുഷ്യനാണെന്നും കർത്താവ് പൂർണ്ണ ദൈവമാണെന്നും അവൻ എൻ്റെ പാപങ്ങളെ മോചിക്കാൻ കഴിവുണ്ടെന്നും ഞാൻ ഈ ലോകത്തിൽ എത്രമാത്രം തള്ളപ്പെട്ടു പോയവനായാലും എന്നെ അവൻ ചേർത്ത് നിർത്തി എൻ്റെ പാപങ്ങളെ പരിഹരിക്കുവാനും എന്നെ ബലപ്പെടുത്തുവാനും അവൻ ശക്തനാണെന്ന് നാം വിശ്വസിക്കുന്നുണ്ടോ? അന്നത്തെ സ്ക്രൈബ്സിന് അത് വിശ്വസിക്കാൻ സാധിച്ചില്ല. അവരുടെ ആ ദൈവത്വത്തെ, അവൻ ദൈവമാണെന്നുള്ള ആ ഒരു ചിന്താഗതിയെ പൂർണ്ണമായിട്ടും അവർ അവോയ്ഡ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. അതുകൊണ്ട് ജീസസ് ക്രൈസ്റ്റ് ഹൂ ഗീവ്സ് ഹീലിംഗ് ആൻഡ് റിഡംഷൻ. നാം വിചാരിക്കുന്നത് ശാരീരികമായിട്ടുള്ള സൗഖ്യമാണ് സൗഖ്യം എന്നാണ്. അല്ല, അതുമാത്രമല്ല, എത്രമാത്രം സ്പിരിച്വലി നമ്മൾ സൗഖ്യമാണ്. ആ സൗഖ്യം നൽകാൻ കർത്താവിന് മാത്രമേ സാധിക്കുകയുള്ളൂ. ശാരീരികപരമായിട്ട് യു ക്യാൻ ഗോ ആൻഡ് ടേക്ക് മെഡിക്കൽ ചെക്കപ്പ് ആൻഡ് ഡൂയിങ് സർട്ടൻ ട്രീറ്റ്മെൻറ്റ്സ് സോ ദാറ്റ് യു ക്യാൻ റിക്കവർ യുവർ ഹെൽത്ത്. വാട്ട് അബൌട്ട് യുവർ സ്പിരിച്വൽ ബീയിങ്? അതിനെ സുഖപ്പെടുത്താൻ കർത്താവിന് മാത്രമേ സാധിക്കുകയുള്ളൂ. നമ്മളെ അലക്കി വെളുപ്പിക്കാൻ പറ്റുന്ന അലക്കുകല്ല് അവനോളം വേറെ ആരുമില്ല. വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ നാം ഓർക്കേണ്ടതും അതാണ്. വിശുദ്ധ കുർബാന അവൻ്റെ യാഗത്തെ ഓർപ്പിക്കുന്നതാണ്. അനേക കാര്യങ്ങൾ ചെയ്തിട്ടും ദൈവത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യനെ തൻ്റെ യാഗത്താൽ, തൻ്റെ രക്തത്താൽ വീണ്ടെടുത്ത് അവൻ്റെ പാപങ്ങളെ മോചിച്ചവനായ കർത്താവ് ഇന്ന് നമ്മളെ സ്നേഹത്തോടെ വിളിക്കുന്നു. ഈ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ എത്രമാത്രം നീ ആത്മീയപരമായി സൗഖ്യം അനുഭവിക്കുന്നു മറ്റൊരാൾക്ക് അറിയുകയില്ല. ചിലപ്പോൾ നിൻ്റെ പുറമേയുള്ള ജീവിത സാഹചര്യങ്ങളെയൊക്കെ കണ്ടുകൊണ്ട് അവർ പറയും, യു ആർ എ ഹെൽത്തി പേഴ്സൺ. വാട്ട് അബൌട്ട് യുവർ സ്പിരിച്വൽ ലൈഫ്? അതിനെ സുഖപ്പെടുത്താൻ കഴിയുന്ന
ദൈവം. മനുഷ്യൻ്റെ ഫീലിംഗ് മനസ്സിലാക്കാൻ കഴിയുന്ന മനുഷ്യപുത്രൻ അതവനാണ്. അവൻ്റെ അടുക്കലാണ് നമ്മുടെ പാപമോചനവും വീണ്ടെടുപ്പും. മറ്റൊരുത്തനിലും രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവും ഇല്ല. അതുകൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമ്മുടെ ജീവിതത്തെ നമുക്ക് സമർപ്പിക്കാം. Now I invite Mr. Stanley Samuel to lead us in prayer.